നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇന്ന് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഒരു വിധി പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു അനുകൂല വിധി ഉണ്ടായാൽ തന്നെയും പത്മകുമാറിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാണ്. കാരണം ദ്വാരപാലക ശില്പ കേസിൽ അദ്ദേഹം ഇപ്പോഴും റിമാൻഡിലാണ്. അതേസമയം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിലടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും? ഇന്ന് തെക്കൻ കേരളം എന്ന വാർത്തകളാൽ സമ്പുഷ്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നും ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള എ പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യാപേക്ഷ, അതായത് റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞു ഒരു കേസിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പ കേസിൽ പക്ഷേ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. കട്ടളപ്പാളി കേസിലായിരിക്കും ഈ ജാമ്യം ലഭിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബറിനാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കേസിൽ ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്കാണ്. CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായി. കാരണം ഈ മാസം അവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പാർട്ടിയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്ക് ശേഷവും ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 3 ടേം വ്യവസ്ഥ എന്നുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുണ്ടാകുമോ എന്നുള്ളത് ഇന്നത്തെ യോഗങ്ങളിൽ തീരുമാനമായി എടുക്കും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നെടുമങ്ങാട് നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. വിദഗ്ധ സമിതി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ ബിന്ദു സുന്ദറിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ കൈമാറും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, മറ്റൊരു കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഇന്നു മുതലാണ് കോൺഗ്രസിന്റെ ഭവന സന്ദർശനം ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഭവന സന്ദർശനം. നേതാക്കളടക്കം ഓരോ വീടുകളിൽ കയറി ഇറങ്ങുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ വീടുകളിൽ കയറി ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്താൻ തന്നെയാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, മന്ത്രിസഭാ യോഗം ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ അംഗങ്ങൾ ആര് എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഇന്ന് എടുക്കും. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതിനു മുന്നേ സുപ്രധാനമായിട്ടുള്ള ചില പദ്ധതികൾ ഉൾപ്പെടെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ, സാധാരണഗതിയിൽ ഈ ബുധനാഴ്ചയൊക്കെയാണ് മന്ത്രിസഭാ യോഗം ചേർന്നതെങ്കിലും അങ്ങനെ നോക്കാതെ പെട്ടെന്ന് ചില മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്ന് ചില പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. ഇത്തരം വാർത്തകളാൽ സമ്പുഷ്ടമാണ് തെക്കൻ കേരളം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.